ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഡെയിലി പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഇപ്പോൾ റീസെൻ്റായിട്ട് വിൻ്റർ ടൈമിലുള്ള എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. രാവിലെ തന്നെ സ്കിൻ കെയർ ഞാൻ ചെയ്യും, ഞാൻ പറഞ്ഞിരുന്നല്ലോ പോയ വീഡിയോസിൽ. വിൻ്റർ ആയതുകൊണ്ട് ഞാൻ ഈ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സ്ക്രബും ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് കാഷ്വലായിട്ടുള്ളൊരു ഹെയർ സെറ്റിങ്ങും. ഇതിന് ശേഷം എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു 10 മണിക്ക് മുമ്പ്, അതായത് രാവിലെ 10 മണിക്ക് മുമ്പ് 1 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പം വെള്ളം ഞാൻ 1 ലിറ്റർ എടുത്ത് ഓൾറെഡി വെക്കുന്നുണ്ട്. ഇത് ഞാൻ മോർണിംഗ് ജേർണലിങ്ങും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് മീ ടൈം ഒതുക്കും, എന്തെങ്കിലും വായിക്കുകയൊക്കെ ചെയ്യും. സോ ഫസ്റ്റ് തന്നെ കൈയോടെ ജേർണലിങ് ചെയ്യാനായിട്ട് ഈ ജേർണലിങ്ങിൽ ഇന്നത്തേക്ക് വേണ്ട മീൽ പ്ലാനിങ്ങും അതുപോലെ തന്നെ നമ്മൾ എന്തിനോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നു എന്നുള്ളതും ചെയ്യേണ്ട ടാസ്കുകളൊക്കെ നമ്മൾ ഇതിൽ എഴുതി വയ്ക്കുകയാണ്. പേഴ്സണലായിട്ടുള്ള പ്ലാനറാണ് അടുത്തത് എഴുതുന്നത്. പ്ലാനറിൽ നമ്മുടെ പ്രൊഫഷണൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പ്ലാനറിലാണ് മെൻഷൻ ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിനുശേഷം ഏകദേശം ഒരു 30-45 മിനിറ്റ് ഞാൻ ഈ ഒരു ബുക്ക് വായിക്കും. അതായത് നമ്മൾ ഒരു മീ ടൈം നമുക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം കുറച്ചും കൂടെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ എൻ്റെ മോനെ ഞാൻ റെഡിയാക്കുകയാണ്. മോന് സ്കൂളിലുള്ള ഒരു ദിവസമാണ്. ഹസ്ബൻഡ് ഓൾറെഡി ജോലിക്ക് പോയി. അപ്പോൾ മോന് എണീക്കുമ്പോൾ തന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഈ ബുക്കൊക്കെ കാണിച്ച് ഞാൻ എണീപ്പിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇത് എന്തോ ക്രിസ്മസ് സ്റ്റോറീസൊക്കെ ഉള്ളൊരു ബുക്കാണ്. അപ്പം ഇന്ന് കഥയൊക്കെ വായിച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ നൈറ്റ് ആൾ കിടന്നത് കേട്ടോ. അപ്പോൾ പയ്യെ എണീറ്റ് വരുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് എനിക്ക് വിളിക്കാനും മടിയാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ ആൾ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 8:30ക്കാണ് വണ്ടി വരിക. അപ്പോൾ ഒരു 7:15 ആകുമ്പോൾ പയ്യെ എണീറ്റ് ആൾ റെഡിയാവുന്നുണ്ട്. റെഡിയായി അപ്പം കഴിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തെങ്കിലും ചെറിയ നട്ട്സും അതുപോലെ ഇങ്ങനെ ഈ ഹെൽത്ത് മിക്സിൻ്റെ എന്തെങ്കിലും ഡ്രിങ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ആൾ കുടിക്കുള്ളൂ. അപ്പം മോൻ അങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞു. ഇനി എനിക്കായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കുകയാണ്. ഞാൻ പോയ വീഡിയോയിൽ ഞാനൊരു ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പി പറഞ്ഞിരുന്നു. അപ്പോൾ സെയിം റെസിപ്പി തന്നെ ഞാൻ ഓട്സ് ഇട്ടിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓട്സ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓംലെറ്റ് ചെയ്യുമ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ കോഫിയും നമ്മുടെ ഓട്സ് ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ചൂടായിട്ട് തന്നെ അങ്ങനെ കഴിക്കണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ അത് നല്ല ഐസ് പോലെ ആറും. അപ്പോൾ ചൂടായിട്ട് തന്നെ ഞാൻ കഴിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് ജസ്റ്റ് കുറച്ച് ഓട്സിൽ ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഓംലെറ്റ് പോലെ അത് സ്പ്രെഡ് ചെയ്ത് പാനിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ടാസ്കും അതുപോലെ തന്നെ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഞാനിതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാനിതിൽ ചെക്ക് ചെയ്തിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യും ടാസ്കുകൾ. അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണോ ടാസ്ക് അത് നമ്മൾ ഫസ്റ്റ്ലി പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് പിന്നെ കുട്ടി കുട്ടി ടാസ്കുകളൊക്കെ നമ്മൾ പിന്നീട് അങ്ങനെ അത് പ്രിയോറിറ്റൈസ് ചെയ്തൊന്ന് നോട്ട് ചെയ്യും. അപ്പം ഇപ്പം തന്നെ ഞാനത് ചെക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 3rd സെമസ്റ്ററിൻ്റെ ഫൈനലായിട്ടുള്ള സ്കോറിങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തു. പിന്നെ മെയിൽസ് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസിന് എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റുഡൻറ്റ് അംബാസിഡർ പ്രോഗ്രാം, അതിൽ അംബാസിഡറാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് മീറ്റിങ്സും നമ്മൾ മിസ്സായി പോയതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള അങ്ങനെ നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പം ഇത് തന്നെയാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ള ബുക്കിൽ മെൻഷൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ള ടാസ്ക് എന്ന് വരുന്ന ടാസ്കുകൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത് തീർക്കാനാണ് ആ ബുക്കിൽ പറയുന്നത് കേട്ടോ. അപ്പം എനിക്കത് അറിയാം നല്ലൊരു മെത്തേഡായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ എന്ത് ടാസ്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അതായത് ഒരു റിട്ടൺ ഫോമാറ്റ് നമുക്ക് അതായത് കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവായിട്ട് ആ ടാസ്ക് ചെയ്ത് തീർക്കാനും അതുപോലെ തന്നെ നമുക്കത് നോട്ട് ചെയ്ത് പോകാനും ഒക്കെ ഉള്ളൊരു
ഒരു നല്ലൊരു മീഡിയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പ്ലാനറും ജേർണലും അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനൊരു ചെറിയ നോട്ട് പാഡ് കൂടെ വയ്ക്കും. അതായത് ഇതുപോലെ വർക്ക് പ്രിയോറിറ്റൈസ് ചെയ്യാനും ചെയ്ത് തീർന്ന് കഴിയുമ്പോൾ അത് ടിക്ക് ചെയ്യാനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു നോട്ട് പാഡ് ഞാൻ വയ്ക്കും. ഞാൻ ഓൾറെഡി എൻ്റെ ജേർണിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ആദ്യമൊക്കെ ജേർണൽസും പ്ലാനൽസും ഒക്കെ യൂസ് ചെയ്യാതെയാണ് ഞാൻ ഇതുപോലെ ജേർണലിങ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതുപോലെ നോട്ട് പാഡ്സ് യൂസ് ചെയ്തിട്ട്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.